ഇന്ന് നമുക്ക് ബേക്കറി സ്റ്റൈൽ ടീ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/4 കപ്പ് മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് 2-3 വട്ടം അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യാം. ഇനി സെപ്പറേറ്റ് ചെയ്ത എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പൈനാപ്പിൾ എസൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാം. ഇതിലേക്കിന് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ആദ്യം ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ഇട്ട് ബീറ്റ് ചെയ്യാം. ഏകദേശം ഒരു 2 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. എഗ് യോക്ക് ചേർത്തിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്യാം. അപ്പം ഇതാ നല്ലോണം പതഞ്ഞ് പാത്രം ഫുള്ളായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. 3 ബാച്ചസ് ആയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം മൈദ ഇട്ട് കൊടുത്ത്, പിന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് ഇതേപോലെ 3 പ്രാവശ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാ മൈദയും പാലും ഓയിലൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി എഗ് ബീറ്ററിൻ്റെ ബീറ്റർ മാറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ടൈമൊന്നും ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായാൽ മാത്രം മതി. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. 160 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതാ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതാ ടീ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.